ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖല്ലേ? ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് തയ്യാറാക്കാൻ വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ എളുപ്പത്തിൽ ഓവനൊന്നുമില്ലാതെ നമുക്കിത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ വരുന്ന റെഡ് കളറിലുള്ള ഈ സബ്സ്ക്രൈബ് ബട്ടൺ കണ്ടില്ലേ, അതൊന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഒരു ബെല്ലൈക്കൺ വരും. ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. ഇതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതാണ്. കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാം. ഇതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഒരു അരിപ്പ എടുക്കുക. ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് മൈദപ്പൊടി, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഈ മാവിൽ കട്ടയൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോവാനും വേണ്ടിയിട്ടാണ് നമ്മൾ അരിച്ചെടുക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കേക്ക് നല്ല പോലെ സോഫ്റ്റ് ആയി വരികയാണ് ചെയ്യുക. ഇപ്പൊ ഞാൻ ഇതിനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഇതിനെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ അങ്ങ് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു ബൗൾ എടുക്കാം. ഇതിലാണ് നമ്മുടെ കേക്കിന്റെ ബാറ്ററി മിക്സ് ചെയ്യുന്നത്. അപ്പോൾ വലിയൊരു ബൗൾ എടുക്കുക. ഇതിലേക്ക് നമുക്ക് 3 മുട്ട പൊട്ടിച്ച് ചേർക്കാം. മുട്ട റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ 1/2 മണിക്കൂർ ഫ്രിഡ്ജിന്റെ പുറത്ത് വെച്ചതിന് ശേഷം മാത്രം കേക്ക് ഉണ്ടാക്കാനായിട്ട് യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ലാസ്റ്റ് മുട്ടയും ഞാൻ ഇതിൽ പൊട്ടിച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ മുട്ടയെ ജസ്റ്റ് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം. പഞ്ചസാര പൊടിയാണ് കേട്ടോ 1 കപ്പ് എടുക്കേണ്ടത്, അല്ലാതെ പഞ്ചസാരയല്ല. ഒരു 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചെടുത്താൽ നമുക്ക് 1 കപ്പ് പഞ്ചസാര പൊടി കിട്ടും. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കരുത്. കുറേശ്ശെ ആയിട്ട് മുട്ടയുടെ കൂട്ടിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ പഞ്ചസാര പൊടിയെ മുഴുവനും ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല പോലെ ഫ്ലഫി ആയി ക്രീമി ആയിട്ട് വരുന്നത് വരെ ഹൈ സ്പീഡിലിട്ട് ഒരു 4 മിനിറ്റോളം നിർത്താതെ ഇതിനെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എത്രത്തോളം മുട്ടയും പഞ്ചസാരയും കൂടെ ബീറ്റ് ചെയ്യുന്നോ അത്രത്തോളം കേക്കിന് സോഫ്റ്റ്നെസ് കൂടി വരികയാണ് ചെയ്യുക. ഇപ്പോൾ ഇത് നല്ല പോലെ ഫ്ലഫി ആയി ക്രീമി ആയി വന്നിട്ടുണ്ട്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? അടുത്തതായി നമുക്ക് ഇതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് സൺഫ്ലവർ ഓയിലും ഇതിലേക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് പാലും കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, അതും ഇതിലേക്ക് ചേർക്കാം. എന്നിട്ട് പതുക്കെ ഇതുപോലെ ഫോൾഡ് ചെയ്ത് മിക്സ് ചെയ്യുക. ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യുമ്പോൾ ബീറ്റർ ഉപയോഗിക്കരുത് കേട്ടോ. നമ്മുടെ കേക്ക് അപ്പം നന്നായിട്ട് പൊങ്ങി വരില്ല. ഇപ്പോൾ കേക്കിനുള്ള ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബേക്ക് ചെയ്യാനുള്ള കേക്ക് ടിന്നൊക്കെ റെഡിയാക്കാൻ തുടങ്ങാം. ഞാൻ അതിനായിട്ട് ഇതുപോലെ ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡിലും അടിവശത്തൊക്കെ നന്നായിട്ടൊന്ന് എണ്ണ ഗ്രീസ് ചെയ്തെടുക്കുക. എന്നിട്ട് കേക്ക് ഇതിൻ്റെ അകത്തൊന്നും പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം മൈദപ്പൊടി തൂവി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തിട്ട് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. ഇപ്പോൾ കേക്ക് ടിന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ബാറ്റർ ഈ കേക്ക് ടിന്നിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ അകത്തുള്ള എയർ ബബിൾസ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ടാപ്പ് ചെയ്യുക. ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കേക്ക് ബേക്ക് ആയി വരുമ്പോൾ അതിൻ്റെ അകത്ത് എയർ കുടുങ്ങിയിട്ട് വലിയ ഹോളൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടാവും.
ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതുപോലുള്ളൊരു പാനിലാണ് ഇപ്പോൾ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് ഇതുപോലെ ഒരു വയറേക്കും ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ നന്നായിട്ടൊന്ന് ചൂടാക്കണം. നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്ന് ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇതേ ബാറ്റർ തന്നെ നിങ്ങൾക്ക് ഓവനിലും കുക്കറിലും ഒക്കെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. നമുക്കിതിനെ അടച്ചു വെച്ചിട്ട് ഒരു 35-40 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്യാം. കേക്ക് ബേക്കായി വരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇതിൻ്റെ മൂടി തുറന്ന് നോക്കിയാൽ കേക്കിൻ്റെ മുകൾ ഭാഗം ഒന്നും നന്നായിട്ട് പൊന്തി വരില്ല, അത് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏകദേശം 40 മിനിറ്റ് കഴിഞ്ഞ് കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നന്നായിട്ട് ചൂട് പോവാനായിട്ട് ഇതിനെ മാറ്റി വെക്കുക. ചൂട് പോയതിന് ശേഷം മാത്രമേ കേക്ക് ടിന്നിൻ്റെ അകത്തുനിന്ന് എടുത്തു മാറ്റാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ കേക്ക് പൊട്ടിപ്പോവും. ആദ്യം നമ്മൾ ഇതിൻ്റെ അകത്തുനിന്ന് എടുത്തു മാറ്റാനായിട്ട് ഇതിൻ്റെ സൈഡ് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വിടിയിച്ചെടുക്കണം. ഇനി ഇതിനെ ഒരു ഡിഷിലേക്ക് കമിഴ്ത്തി വെച്ചിട്ട് ബാക്കിൽ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് പെട്ടെന്ന് ഇതിൻ്റെ അകത്തുനിന്നും എടുത്തു മാറ്റാനായിട്ട് പറ്റും. കണ്ടില്ലേ, ഇപ്പം നല്ല പോലെ നമ്മുടെ കേക്ക് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇതിനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇത് കട്ട് ചെയ്ത് മാറ്റുന്നതിൻ്റെ മുന്നേ ഞാനിപ്പോൾ ഇതിലേക്കുള്ള ഐസിങ് റെഡിയാക്കുകയാണ്. ഞാനിപ്പോൾ ബട്ടർ ക്രീം ഐസിങ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിനായിട്ട് ഇപ്പോൾ ഞാൻ 200 ഗ്രാം റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ അരമണിക്കൂറോളം പുറത്ത് വെച്ചതിന് ശേഷം മാത്രമേ ഇതിനായിട്ട് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്യണം. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയിട്ട് വൈറ്റ് കളറായിട്ട് വരും. അതുവരേക്കും നമുക്കിതിനെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 കപ്പോളം പൊടിച്ച പഞ്ചസാര ചേർക്കാം. പഞ്ചസാര പൊടിയാണ് 3 കപ്പ് എടുക്കേണ്ടത്. അത് 2.5-2.25 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 കപ്പോളം പഞ്ചസാര പൗഡർ കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഈ പഞ്ചസാരപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒരുമിച്ച് ചേർക്കണ്ട, 2-3 തവണയായിട്ട് ചേർത്തിട്ട് ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ പഞ്ചസാരയും ബട്ടറും നല്ല പോലെ ബീറ്റ് ചെയ്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ നമുക്ക് ഇതിലേക്ക് നല്ല പോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഫ്രോസ്റ്റിങ്ങിനുള്ള ചോക്ലേറ്റ് ബട്ടർ ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ 15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് വേണം കേക്ക് ഐസിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ. അപ്പോഴേക്കിന് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്കിനെ നിങ്ങളുടെ കേക്കിൻ്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് 2-3 ലെയറായിട്ട് കട്ട് ചെയ്യുക. ഞാനിപ്പോൾ ഒരു നൂല് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ കട്ട് ചെയ്യുന്നത്. ഇതിനെ എവിടെ വെച്ചാണോ കട്ട് ചെയ്യുന്നത് അവിടെ ഇതുപോലെ നൂല് വെച്ചിട്ട് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റൊന്ന് കെട്ടിട്ടിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ നല്ല പോലെ ഒരേ ലെവലിൽ നമുക്ക് കേക്ക് ലെയറുകളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കേക്കിനെ ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. 2-3 ഒക്കെ ലെയറായിട്ട് കട്ട് ചെയ്യാം. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനൊരു ടേൺ ടേബിൾ എടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കേക്ക് ബോർഡും വെച്ച് കൊടുത്തിട്ടുണ്ട്.
കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കേക്ക് ബോർഡ് ഇതിൻ്റെ മുകളിൽ നിന്ന് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരല്പം ക്രീം ആദ്യം ഈ ടേൺ ടേബിളിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വേണം നമ്മുടെ കേക്ക് ബോർഡ് വെച്ച് കൊടുക്കാൻ. ഇനി നമുക്ക് കേക്ക് ലെയറുകളായിട്ട് സെറ്റ് ചെയ്യാം. ആദ്യം ഒരു ലെയർ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒരല്പം ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഷുഗർ സിറപ്പ് എന്ന് വെച്ചാൽ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ ഒരല്പം പഞ്ചസാര മിക്സ് ചെയ്തെടുത്തതാണ്. ഇത് നല്ല പോലെ കേക്കിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കാരണം നമ്മുടെ കേക്ക് എക്സ്ട്രാ സോഫ്റ്റ് ആവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബട്ടർ ക്രീം ആക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇത് പെട്ടെന്ന് എല്ലാ ഭാഗത്തേക്കും ഒരേ തിക്നെസ്സിൽ ആക്കി കൊടുക്കാനായിട്ട് എളുപ്പമാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി അടുത്ത ലെയറും ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ ഇതിൻ്റെ മുകളിലും ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കുക. എന്നിട്ട് ക്രീം വെച്ച് കവർ ചെയ്യുക. അവസാനത്തെ ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം കേക്കിനെ മൊത്തത്തിൽ ക്രീം ഉപയോഗിച്ചിട്ട് കവർ ചെയ്യുക. എന്നിട്ട് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ കേക്കിന് മൊത്തത്തിൽ ഞാൻ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഫ്രിഡ്ജിൽ ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതിനെ കട്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചോക്ലേറ്റ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടോ. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാം. ഈ കറക്റ്റ് അളവ് നിങ്ങളും ഫോളോ ചെയ്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാനായിട്ട് പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ മടിക്കാതെ ഡിസ്ലൈക്ക് അടിച്ചോളൂ. അതുപോലെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. മാത്രമല്ല ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കണമെന്നുണ്ടെങ്കിൽ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു പുതിയ റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ watching.